അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം കൂടി തേനിനെ പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തേനിൽ ശിഫയുണ്ട്, ശമനമുണ്ട് രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ധാരാളം അതിൻ്റെ ശിഫകളെപ്പറ്റി ധാരാളം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് 1937-ലും 1956-ലും 58-ലും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മറ്റൊരു ശാസ്ത്രജ്ഞൻ 1958 വിനിങ്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അദ്ദേഹം കണ്ടുപിടിച്ചു ഈ തേന് അത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ആൻറ്റിബയോട്ടിക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ വലിയ, ഈ തേനിൽ വളരെ വലിയ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. 1960 ശാസ്ത്രജ്ഞന്മാർ, രണ്ട് ശാസ്ത്രജ്ഞന്മാർ 1960-ലും 63-ലും സ്റ്റെൻസൺ, മറ്റൊന്ന് ജൊനത്താൻ, ഇങ്ങനെ പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അതായത് ഈ തേനിൽ രോഗങ്ങളെ, ബാക്ടീരിയകളെ, ജേംസുകളെ, രോഗാണുക്കളെ കൊല്ലുന്ന ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട് എന്ന് അവർ കണ്ടുപിടിച്ചു. 1970 ഒരു പേഷ്യൻറ്റിന് ഹിസ്റ്ററക്ടമി സർജറി ചെയ്തിരുന്നു. അതായത് അവരുടെ ഗർഭാശയത്തെ നീക്കം ചെയ്യുന്ന സർജറി. അതിൻ്റെ ശേഷം അവർ അവിടെ തേൻ യൂസ് ചെയ്തിട്ട് 2 വീക്ക് കൊണ്ട്, ആഴ്ച കൊണ്ട് അവരുടെ ആ രോഗം, അവരുടെ ആ മുറിവുകളൊക്കെ നന്നായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തേന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള മുറിവുകൾക്കും ഫ്രാക്ചറുകൾക്കെല്ലാം ഉപയോഗിക്കുക. അകത്ത് ഉപയോഗിക്കുന്നവർ, അത് ഡോക്ടർമാരെ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചോളും. പിന്നീട് ഈ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന, നമ്മുടെ മൂത്രസംബന്ധമായ ട്രാക്റ്റിൽ വരുന്ന, അതായത് കിഡ്നിയുടെ താഴെ, കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക് വരുന്ന യുറേറ്റർ, അതിൻ്റെ ശേഷം ബ്ലാഡർ, മൂത്രസഞ്ചി, അവിടുന്ന് താഴോട്ട് യൂറിൻ പോകുന്ന യുരത്ര, ഇതാണ് യൂറിനറി ട്രാക്റ്റ്. ഇതിൽ വരുന്ന ഇൻഫെക്ഷനുകളെ സുഖപ്പെടുത്താൻ വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരു പ്രാവശ്യം അവിടെ ഇൻഫെക്ഷൻ വന്ന് 1,00,000-ഓളം ചെറിയ മൈക്രോബ്സ്, രോഗാണുക്കൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ തേൻ ഉപയോഗിച്ച് അത് സുഖപ്പെട്ടു എന്ന് പറയുന്നു. അതിൽ ഈ തേനിൽ 19 വളരെ പ്രധാനപ്പെട്ട സബ്സ്റ്റാൻസസ് ഉണ്ട്, സാധനങ്ങളുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. പിന്നെ ഈ തേനിലുള്ള പ്രോട്ടീന് നമ്മുടെ മസിലിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അതിലുള്ള ഷുഗറിൻ്റെ രൂപത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, അത് നമുക്ക് വളരെ ഈസിയായിട്ട് ദഹിക്കാൻ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല, ആ തേനിനെ നമ്മുടെ ശരീരം ഒന്ന് വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്യാൻ വളരെ നല്ലതാണ്. വൈറ്റമിൻ B1 ഉണ്ട്. ഈ തേനുള്ള വിറ്റാമിൻ B1 നമ്മുടെ ഞരമ്പുകൾക്ക് വരുന്ന എല്ലാ ജാതി തളർച്ചകളെയും, എല്ലാ ജാതി സമ്മർദ്ദങ്ങളെയും, എല്ലാ സ്ട്രെസ്സുകളെയും ഇല്ലാണ്ടാക്കാൻ, ശമിപ്പിക്കാൻ വളരെ നല്ല ഔഷധമാണ്. ആ B1 ആണ് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ തേനിലുള്ള വൈറ്റമിൻ 2 നമ്മുടെ സ്കിന്നിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്താനും, വായപ്പുണ്ണ്, ചിറി പൊട്ടൽ, അതേപോലെ തന്നെ ചിറികളിൽ വരുന്ന ഇൻഫെക്ഷൻസുകൾ, ഇതിനൊക്കെ
ഒക്കെ അതിനെ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇതിലുള്ള വൈറ്റമിൻ എച്ച് അത് ഈ സന്താന ശേഷി വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ മിനറൽസുകൾ ഈ തേനിലുണ്ട്. അനേകം മിനറൽസുകളുണ്ട്. അത് നമ്മുടെ ഞരമ്പുകൾക്ക് ഞരമ്പിന് ഒരു ആശ്വാസം കിട്ടാൻ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല മാനസിക സംഘർഷങ്ങളെ ദൂരത്താക്കാനും വളരെ നല്ലതാണ്. ചെറിയ ശിശുക്കൾക്ക് തേന് കൊടുക്കൽ വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം അവർ നന്നായിട്ട് നടക്കും, അതുപോലെ തന്നെ അവരുടെ പല്ലിന് നല്ല വളർച്ച ഉണ്ടാകും, അവർക്ക് ധാരാളം കാൽസ്യം കിട്ടും എന്ന് മാത്രമല്ല ഹിമോഗ്ലോബിൻ്റെ കൗണ്ട് അവരിൽ കൂടും. അവരിൽ മാത്രമല്ല വലിയവരിലും കൂടും. ഈ തേന് നാം ഉപയോഗിച്ചാൽ ഹിമോഗ്ലോബിൻ്റെ കൗണ്ട് കൂടും, വേണ്ടുന്നത്ര നമുക്ക് രക്തത്തിൻ്റെ അംശം ഉണ്ടാകും, രക്തം ഉണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. നോർപോക്ക് ഹോസ്പിറ്റലിലെ ഒരു സീനിയർ സർജൻ, ഇംഗ്ലണ്ടിലെ നോർപോക്ക് ഹോസ്പിറ്റലിലെ ഒരു സീനിയർ സർജൻ, അദ്ദേഹം പറഞ്ഞു ഈ തേന് നമ്മുടെ ടിഷ്യൂകൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അത് വളരാനും രോഗങ്ങളെ ശമിപ്പിക്കാനും വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ അസീസ് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സീനിയർ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു തേന് ഡോക്ടർമാരുടെ ഒരു വെപ്പനാണ്, അവരുടെ വലിയ ഒരു ആയുധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനേകം ഔഷധ ഫലങ്ങൾ ഈ തേനിനുണ്ട്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.